വീണ്ടും ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ പാട്ട് പാടാൻ വേണ്ടിയിട്ട് സിസ്റ്റർ ഗ്രേസി കോശിയാണ് നമ്മളോട് ഓൺലൈനിലുള്ളത്. ഈ സമയത്ത് പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് സിസ്റ്ററിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ലിജിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് സന്ധ്യാകാലം ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത്. നിങ്ങൾ എന്നോട് ചേർന്ന് അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. പാർത്തലത്തിൽ വസിക്കുന്ന ആർത്തി പാരമണഞ്ഞാലും പാർത്തലത്തിൽ വസിക്കുന്ന ആർത്തി പാരമണഞ്ഞാലും കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഞാൻ. കീർത്തനം ചെയ്യുമെന്നും തൻ ശ്രേഷ്ഠനാമത്തെ മുതാ ഞാൻ. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. ചിന്തനകളാകെ വെടിഞ്ഞും പരവിധിപോൽ സന്തതം ഞാൻ സ്വൈര്യമാടഞ്ഞും. ചിന്തനകളാകെ വെടിഞ്ഞും പരവിധിപോൽ സന്തതം ഞാൻ സ്വൈര്യമാടഞ്ഞും. സാന്ത്വനാമാവന്റെ ചൊല്ലിൽ ശാന്തമാമൊഴി തിരഞ്ഞും. കാന്തനാമാവന്റെ ചൊല്ലിൽ ശാന്തമാമൊഴി തിരിഞ്ഞും. സ്വന്തമാവിയാൽ നിറഞ്ഞും തന്തിരുനാമമറിഞ്ഞും. സ്വാന്തമാവിയാൽ നിറഞ്ഞും തന്തിരുനാമമറിഞ്ഞും. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. പർവ്വതങ്ങൾ കുന്നുകേളിവ എനിക്കു രക്ഷ നൽകുകില്ല അതിലില്ല ഞാൻ. പർവ്വതങ്ങൾ കുന്നുകേളിവ എനിക്കു രക്ഷ നൽകുകില്ല അതിലില്ല ഞാൻ. വിശ്രമിപ്പാൻ തക്കതൊന്നു വിശ്വസിപ്പാൻ തക്കവണ്ണം. വിശ്വസിപ്പാൻ തക്കതൊന്നു വിശ്വസിപ്പാൻ തക്കവണ്ണം. നിശ്വസിക്കപ്പെട്ട സത്യം ആശ്വസിപ്പിക്കുന്നു നിത്യം. നിശ്വസിക്കപ്പെട്ട സത്യം ആശ്വസിപ്പിക്കുന്നു നിത്യം. വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. തങ്കിലേക്കു നോക്കിയോർകളെ പീഡാതവന്റെ തങ്കമുഖം ശോഭയേകുന്നു. തങ്കിലേക്കു നോക്കിയോർകളെ പീഡാതവന്റെ തങ്കമുഖം ശോഭയേകുന്നു. ചങ്ങളെ സംഭവിക്കാത തങ്കമാകെ അകന്നെന്നും. ചങ്ങളെ സംഭവിക്കാത തങ്കമാകെ അകന്നെന്നും. തൻകുരിശിൻ ജയത്താല ധന്യരെന്നു വസിക്കുന്നു. തൻകുരിശിൻ ജയത്താല ധന്യരെന്നു
വസിക്കുന്നു. വാഴ്ത്തുമെന്നും പരമേശ്വരനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. ബാലസിംഹങ്ങൾ കരയുന്നു, വിശക്കവേദൻ ബാലകേരോ പാട്ടുപാടുന്നു. ബാലസിംഹങ്ങൾ കരയുന്നു, വിശക്കവേ തൻ ബാലകേരോ പാട്ടുപാടുന്നു. പാലനാമാവർക്കു ശാലെ നാഥനെന്നറിഞ്ഞിരിക്കെ, പാലനാമാവർക്കു ശാലെ നാഥനെന്നറിഞ്ഞിരിക്കെ, മേലിനിയാവർക്കു ലേശവുമാകുലമില്ല. മേലിനിയാവർക്കു ലേശവുമാകുലമില്ല. വാഴ്ത്തുമെന്നും പരമേശ്വരനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. തന്നിൽ അൻപുള്ള തൻ മക്കൾക്ക് വരുവതെല്ലാം നന്മയായ അവർ കരുതുന്നു. തന്നിൽ അൻപുള്ള തൻ മക്കൾക്ക് വരുവതെല്ലാം നന്മയായ അവർ കരുതുന്നു. ഒന്നിലും അവർ മനം തളർന്നവശേരായിടാതെ, ഒന്നിലും അവർ മനം തളർന്നവശേരായിടാതെ, മന്നവേനെ നോക്കിയവർ എന്നും ആനന്ദിച്ചിടുന്നു. മന്നവേനെ നോക്കിയവർ എന്നും ആനന്ദിച്ചിടുന്നു. വാഴ്ത്തുമെന്നും പരമേശ്വരനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. വാഴ്ത്തുമെന്നും പരമേശ്വരനെ, അവന്റെ സ്തുതി പാർക്കുമെന്നും എൻ്റെ നാവിന്മേൽ. Praise the Lord. Amen. Hallelujah. Thank you, Mama, for that beautiful song. Hallelujah. സ്തോത്രം. അത് 34-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണല്ലോ, അതിന്റെ മിക്കവാറും വേഴ്സസ്. Hallelujah. Hallelujah. ആ പാട്ടിൽ പറഞ്ഞതിന്റെ കൂട്ട്. Hallelujah. സ്തോത്രം. നമുക്ക് ഈ ലോകത്തിൽ ആശ്രയിപ്പാൻ there is nothing in this world. Hallelujah. സ്തോത്രം. ബാലസിംഹങ്ങൾ, the young lions, they do lack and they do suffer hunger, but they that seek the Lord shall never want any good thing. Hallelujah. സ്തോത്രം. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവരെ ആരും ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ലല്ലോ. Hallelujah. സ്തോത്രം. ദൈവത്തിന്റെ ആ വിശ്വസ്തത നമ്മുടെയൊക്കെ ഫോർ ഫാദേഴ്സ് ഒക്കെയും ഹാലല്യ പെന്റക്കോസ്റ്റൽ ഫെയ്ത്തിൽ ഹാലല്യ സ്തോത്രം വിശ്വാസത്തിന് വേണ്ടി വളരെയധികം ഹാലല്യ അവരൊക്കെയും പ്രയാസപ്പെട്ടിട്ടൊക്കെയും, പക്ഷെ അവരുടെയൊക്കെയും ആ ജനറേഷൻസിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെയും കാണുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയാണല്ലോ. ഹാലല്യ സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മളെ ഓരോരുത്തരെയും ഹാലല്യ നിലനിർത്തിയിരിക്കുന്നത് ഈ ലോകത്തിൽ. ഹാലല്യ സ്തോത്രം. അതിന്റെ അനേക വേഴ്സസ്, ബ്യൂട്ടിഫുൾ വേഴ്സസ് ആയിരുന്നു. ഹാലല്യ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഫസ്റ്റ് വേഴ്സിൽ പറയുന്നതിന്റെ കൂട്ട്, I will bless the Lord at all times and his praise shall continually be in my mouth. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ. താങ്ക് യു സോ മച്ച് മാമ ഫോർ ദാറ്റ് സോങ്. ദൈവം തുടർന്നും കർത്താവിന്റെ ദാസിയെയും കർത്താവിന്റെ ദാസനെയും കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വീണ്ടും വചനത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് പാസ്റ്റർ ജോൺ വർഗീസ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. Such a wonderful man of God, such a wonderful person. വളരെ സ്നേഹത്തോടെ ഇന്ന് രാത്രികാലം വീണ്ടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാനായിട്ട് പാസ്റ്ററിന്റെ അടുത്ത് സ്നേഹത്തോടെ അപേക്ഷിച്ചു കൊടുക്കുന്നു. പാസ്റ്റർ. Praise the Lord. Thank you. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യയെങ്കിലും അല്പസമയം ദൈവവചനം ധ്യാനിക്കേണ്ടതിനെ 2 വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയും, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയുമുള്ള വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കാം.
പക്ഷെ ഒന്നുകൂടെ പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയും ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 24 മുതൽ 30 വരെയും. സാറയ്ക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. സാറ കനാൻ ദേശത്തെ ഹെബ്രോൻ എന്ന യിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു. പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു. ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവീൻ എന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട്, യജമാനിനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭു ആകുന്നു. ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക. മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. 32-ന്റെ 24 മുതൽ 30 വരെ. യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനിയും യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേർ എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞു. ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്കു നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുകൊണ്ട് ഇസ്രയേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. താങ്ക് യു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. അധരത്തിൽ ആലോചന തരികയും ജനത്തിന് വിളമ്പിക്കൊടുക്കുവാനുള്ള കൃപ തരികയും ചെയ്യണമേ. ഒരുക്കമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. മഹത്വം എടുക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവവചനത്തെ ആസ്പദമാക്കി ഒരു നല്ല ദൈവദൂത സംസാരിക്കണം, വിശദമായി സംസാരിക്കണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുക്കും. എന്നാൽ സംക്ഷിപ്തമായി ഒരു ചെറിയ ദൂത് പറയുവാനായിട്ടാണ് ഇന്ന് സന്ധ്യയെങ്കിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം കൊടുക്കുന്നതായ ഈ ചെറിയ മെസ്സേജിന്റെ ടൈറ്റില് നാം ദൈവത്തിന്റെ പ്രഭുക്കന്മാരാണ്. വി ആർ ദ പ്രിൻസസ് ഓഫ് ഗാഡ്. കർത്താവിന്റെ പൊന്നുനാമത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നതായ സന്ദർഭത്തിൽ അബ്രഹാം അവിടെയുള്ള ഹിത്യരുടെ അടുക്കൽ ചെന്ന് സേറ മരിച്ചതായ സന്ദർഭത്തിൽ ഒരു ശ്മശാന ഭൂമിക്കായി അപേക്ഷിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. അവരുടെ മറുപടിയിൽ ചുറ്റുമുള്ള ജാതികൾ അബ്രഹാമിനെ പറ്റി പറയുന്ന ഒരു സാക്ഷ്യമാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടതായ ഈ ഉന്നതമായ സാക്ഷ്യം അബ്രഹാം ഉണ്ടാക്കിയ സാക്ഷ്യമല്ല. അബ്രഹാം പ്രത്യേകം ധനം കൊടുത്ത് സമ്പാദിച്ചതല്ല. അബ്രഹാമും ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ ആ ചുറ്റുമുള്ള ജാതികൾ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന ഈ അബ്രഹാം ഉണ്ടല്ലോ,
അവൻ ദൈവത്തിന്റെ പ്രഭുവാണ്. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം, നാം ദൈവത്തിന്റെ പ്രഭുക്കന്മാരായി ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ പറ്റി ഉദ്ദേശിക്കുന്നത്. ഉന്നത വിളി കൊണ്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. രാജകീയ പുരോഹിത വർഗമായി കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ ഒഴുക്കിയ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കളും അവകാശികളുമാക്കി തീർത്ത് കർത്താവ് തന്നെ നമ്മോട് പറയുകയാണ്, പിന്നെ അപ്പോസ്തലന്മാർ ഓർപ്പിക്കുകയാണ്, നാം രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ദൈവത്തിന്റെ പ്രഭുക്കന്മാരായിട്ടുള്ളതായ വിളിയാണ് കർത്താവ് നമുക്ക് തന്നത്. അബ്രഹാമിനെ തേജോമയനായ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ഒരു പ്രഭുത്വത്തോടു കൂടെയാണ് അബ്രഹാമിനെ വിളിച്ചത്. അവന്റെ വിളിയിൽ ദൈവം അവന് നൽകിയതായ പ്രഭുത്വം അവന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അബീമേലെക്കും പീക്കോഹും ഇവരെല്ലാം കൂടെ രാജാക്കന്മാരും കമാൻഡേഴ്സും ഒക്കെയാണ്. അവർ വന്ന് അബ്രഹാമിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം നിന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് നീ ഞാനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാർ പോലും അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുവാനുള്ള കാരണം ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ്. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം, പലപ്പോഴും വഴക്കും വയ്യാവേലിയും ആവശ്യമില്ലാത്തതും ലോകം ജഡം പിശാചുകൊണ്ട് നാം മുഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മളിൽ പലപ്പോഴും ദൈവത്വം കാണുന്നതായ ഒരു സമൂഹമില്ല. ഹല്ലേലൂയ. ഒരാവശ്യം വരുമ്പോൾ നമ്മളുടെ അടുക്കലേക്ക് ഓടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് പറയുവാൻ നമ്മുടെ ചുറ്റുപാടുകൾക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിലെ കുറവാണ്. ഉന്നത വിളി കൊണ്ട് ദൈവം വിളിച്ചതായ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രഭുത്വം കാത്തു സൂക്ഷിക്കണം. നാം ലോകത്തിന്റെ ഉപ്പാകുന്നു, ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാനുള്ളത് ഇപ്പോഴും ഓർപ്പിക്കുകയാണ്. ഒരു സൊസൈറ്റിയിൽ യഥാർത്ഥമായി 5%, അധികമല്ല, 5% ട്രൂ ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരല്ല, ഈ ലോകത്തോട് ഇടകലർന്ന് ഏതോ മഹാന്മാരായി എന്ന് ചിന്തിക്കുന്നവരല്ല, യഥാർത്ഥമായി ദൈവം കൂടെയുള്ള 5% ആൾക്കാർ ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റിയെ ദൈവികമായി തിരിക്കുവാൻ സാധിക്കും എന്നാണ് തിയോളജിയൻസ്, സ്കോളേഴ്സ്, ദൈവമക്കൾ അവരുടെ കണക്കു കൂട്ടലുകളിൽ അവരെഴുതി വെച്ചിരിക്കുന്നത്. 12 അപ്പോസ്തലന്മാരാൽ ലോകത്തെ മുഴുവനും നേടുവാൻ, 3 ഭൂഖണ്ഡത്തെ മുഴുവനും നേടുവാൻ കഴിഞ്ഞത് കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കാം. ഇക്കാലത്തെ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യമാണ് ആവശ്യം. സഹസ്രാബ്ദ വാഴ്ചയിൽ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ ജാതികൾ പിടിച്ചിട്ട് പറയുന്നത്, 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രത്തിൽ പിടിച്ച്, സക്കറിയ പ്രവചനം 8-ാം അധ്യായം, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളോടൊത്ത് ഞങ്ങളും വരുന്നു. പലപ്പോഴും നമ്മുടെ സഭകൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ചുറ്റുപാടുകൾക്ക് കഴിയാത്തത് കൊണ്ട് നാം പരിഹാസമായി മാറി നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന്റെ പ്രഭുക്കന്മാരാകുന്നുവെന്നും ഭൂമിയുടെ ഉപ്പാകുന്നുവെന്നും ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്നും നാം മനസ്സിലാക്കണം. അബ്രഹാമിലുള്ള ദൈവ സാന്നിധ്യം പ്രഭുത്വമായി തെളിഞ്ഞു വന്നു. അതുകൊണ്ട് അബീമേലെക്കിനെ പോലെ അന്നത്തെ രാജാക്കന്മാർ അബ്രഹാമുമായി ഉടമ്പടി ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. അടുത്ത തലമുറ ഇസഹാക്കാണ്. ഇസഹാക്കിനെ പറ്റി സെയിം വാഗ്ദത്തമാണ് ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. അബ്രഹാമിനും കൊടുത്തു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അതേ വാഗ്ദത്തം
ദൈവം ഇസഹാക്കിനോട് കൊടുക്കുകയാണ്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിന്റെ 23 വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. അത് തന്നെ ദൈവം പ്രവൃത്തിയിൽ കൂടെ തെളിയിച്ചു. 26 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ ഇസഹാക്കിന് 100 മേനി വിളവുണ്ടായി. തന്നെ ഓടിച്ച് കളഞ്ഞവർ 26 അധ്യായത്തിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത അതേ രാജാക്കന്മാർ തന്നെ ഇസഹാക്കിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ കടന്നു വരികയാണ്. അവര് പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ സ്തോത്രം, ഇസഹാക്ക് പറഞ്ഞു, നീ ഞങ്ങളെ ഓടിച്ചു, വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ദൈവം നിന്നോടുകൂടെയുണ്ട്, നീ ചെയ്യുന്ന സകലത്തിലും ദൈവത്തിന്റെ കരം കാണുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഫറോ ജോസഫിനെ പറ്റി പറയുന്ന എന്താണ്? ദൈവാത്മാവുള്ള ഇതുപോലെ ഒരു മകനെ നമുക്ക് കിട്ടുമോ? അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മിസ്രയീമിന്റെ 2ാം സ്ഥാനത്തേക്ക് ഹല്ലേലൂയ ഫറോ ജോസഫിനെ ഉയർത്തിയത്. നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിലുള്ള ദൈവ സാന്നിധ്യം വിട്ട് ഈ ലോകത്തിന്റെ മയത്തത്തിലേക്ക്, ഈ ലോകത്തിന്റെ മണ്ണാങ്കട്ടയിലേക്ക് നാം ഒരിക്കലും പോകുന്നവരായി തീരരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നുവെന്ന് ജാതികൾ മനസ്സിലാക്കിയതുപോലെ ഇസഹാക്കിനോടുകൂടെയും ദൈവം ഉണ്ടായിരുന്നുവെന്ന് അവർ തന്നെ മനസ്സിലാക്കി. നമ്മുടെ തലമുറയ്ക്കും നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഇസഹാക്ക് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം ചുറ്റുപാടും വെളിപ്പെടുത്തി, പിതാവെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുവാൻ നാം കടംപെട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകുകയാണ്. 3-മതായി യാക്കോബ് ഹല്ലേലൂയ സ്തോത്രം, യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ 3-ാം തലമുറയായ യാക്കോബിനോടും പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 28:15, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. നമ്മോടും നമ്മുടെ തലമുറയോടും ദൈവത്തിനുള്ള വാഗ്ദത്തം, ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ലോ ഐ വിൽ ബി വിത്ത് യു ഈവൻ അൺടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. എന്ത് വലിയ വാഗ്ദത്തമാണ് കർത്താവ് നമുക്ക് തന്നത്. കർത്താവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നാം ശ്രമിക്കണം. ഈ കാലങ്ങളിൽ കാണുന്ന പ്രോപ്പഗാൻഡ, ഈ കാലങ്ങളിൽ കാണുന്നതായ പല കാര്യങ്ങളും അതൊക്കെയും വെറും കൂത്തുകാഴ്ചകളായി മാറുകയും ജഡത്തെ പ്രസാദിപ്പിക്കുന്ന അവസ്ഥകളായി മാറുകയും ചെയ്യുന്നത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ കൺവെൻഷനുകൾക്കൊക്കെ മുമ്പ് ഹല്ലേലൂയ സഭയായി ഉപവസിച്ച് പ്രാർത്ഥിക്കും. ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തിന്റെ പ്രവൃത്തി ശുശ്രൂഷകന്മാരിൽ കൂടെ വെളിപ്പെടും. ദൈവം അരുളി ചെയ്യുന്ന പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന വ്യക്തിയാണെന്നാണ് കൺവെൻഷനെ വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. പേരും പെരുമയ്ക്കും വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. ഈ ദിവസങ്ങൾ ദൈവ സാന്നിധ്യം എങ്ങനെ എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറകളുടെ ജീവിതത്തിൽ, അബ്രഹാമിൽ നിന്നും ഇസഹാക്കിലേക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. യാക്കോബ് സാക്ഷ്യം പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തില് ഹല്ലേലൂയ ലാബാനോട് പറയുകയാണ്, ഞാൻ ചെയ്യുന്ന സകലത്തിലും ദൈവം എന്നോടുകൂടെ ഇരുന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വന്ന സന്ദർഭത്തിൽ ലാബാനെ നിനക്കൊന്നുമില്ലായിരുന്നു, എന്നാൽ ഞാൻ എപ്പോൾ കാലുകുത്തിയോ ദൈവം എന്നോടുകൂടെ ഇരുന്നത് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചു. നാം കാല് കുത്തുന്ന ഇടം നാം മുഖാന്തരം ദൈവം അനുഗ്രഹിക്കും. ഇതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അബ്രഹാമിനുള്ള പ്രഭുത്വം ഹല്ലേലൂയ ഇസഹാക്കിന് ലഭിച്ചു. ഇസഹാക്കിലുള്ള പ്രഭുത്വം യാക്കോബിൽ ലഭിക്കുന്നതാണ് രണ്ടാമതായി നാം വായിച്ച വേദഭാഗം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ
24 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിച്ചപ്പോൾ ഹല്ലേലൂയ യാക്കോബ് ഹല്ലേലൂയ സ്വന്തം ദേശത്തേക്ക് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ യാബോക്ക് നദിയുടെ അക്കരയിൽ എല്ലാവരെയും കടത്തിയിട്ട് താൻ തനിച്ചായിരിക്കുകയാണ്. ഹല്ലേലൂയ ഉഷസ് വരെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതനുമായി ഹോശേയ പ്രവചനത്തിൽ പറയുന്നത് ദൈവവുമായി അവൻ മത്സരിച്ചു എന്നാണ്. ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടി അവൻ കരഞ്ഞുവെന്നാണ്. ദൈവത്തിന്റെ പാദപീഠത്തിൽ കരഞ്ഞു കിടന്ന് അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഹല്ലേലൂയ ഉഷസാകാറായപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. നിന്റെ പേര് ചോദിച്ചു, യാക്കോബ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം യാക്കോബിനെ അവൾ പറയുകയാണ്, നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രയേൽ എന്നാണ്. ഇസ്രയേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രഭു എന്നാണ്. അബ്രഹാമിനെ ജാതികൾ വിളിച്ചത് എന്താണ്? നീ ദൈവത്തിന്റെ പ്രഭുവാണ്. അതേ പ്രഭുത്വം കൊണ്ടാണ് ദൈവം കൊച്ചുമകനെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹമാണ് നമ്മുടെ തലമുറയിലേക്ക് 2, 3, 4 തലമുറകളിലേക്ക് ഒഴുകി 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 വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രഭുത്വം തള്ളിക്കളഞ്ഞവരെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഏശാവാണ്. ഹല്ലേലൂയ. പിന്നീട് ഒരു 10,500 വർഷം കഴിയുമ്പോൾ നമുക്ക് വേറൊരു വ്യക്തിയെ കാണാൻ സാധിക്കും, ശൗല്. ഹല്ലേലൂയ. ശൗലിനെ ഇസ്രയേലിന്റെ പ്രഭുവായിട്ടാണ് അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് കൊണ്ടുവന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവന്റെ അഹങ്കാരം കൊണ്ട് അവൻ ജാതികളെ പോലെ മന്ത്രവാദികളുടെ അടുക്കൽ ചെന്നതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവൻ പോഷ്ക ചെയ്തതുകൊണ്ട് അവനിൽ ദുരാത്മാവ് വന്നതുകൊണ്ട് അവനിലുള്ള പ്രഭുത്വം അവൻ തള്ളിക്കളയുകയും അവന്റെ തലമുറയ്ക്ക് നഷ്ടമാകുകയും ചെയ്തു. എന്നാൽ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന യാക്കോബിൽ ദാവീദിൽ ദൈവത്തിന്റെ പ്രഭുത്വം കടന്നു വരികയും തന്റെ തലമുറയായി ആ പ്രഭുത്വം കീപ്പ് ചെയ്യുവാൻ ഇടയ്ക്കുകയും ചെയ്തു. പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയെ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമായി വിളിച്ച ഹല്ലേലൂയ ഇസ്കരിയോത്തായ യൂദ തന്റെ പ്രഭുത്വം 30 വെള്ളിക്കാശിന് അവൻ വിറ്റ് കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വെറും 30 വെള്ളിക്കാശിനെ ഹല്ലേലൂയ ദൈവം അവന് കൊടുത്ത പ്രഭുത്വം അവൻ തള്ളിക്കളഞ്ഞു, ഏശാവിനെ പോലെ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലന്മാരെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്നത് സുവിശേഷങ്ങളിൽ, നിങ്ങൾ 12 പേരും എന്നോടുകൂടെ സിംഹാസനത്തിരുന്ന് ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങളെയും ന്യായം വിധിക്കും, ഭരിക്കുമെന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവിനോടുകൂടെ സിംഹാസനത്തിലിരുന്ന് ഇസ്രയേലിന്റെ 12 ഗോത്രത്തെയും വാഴേണ്ടതായ ആ വലിയ സിംഹാസനമാണ് 30 വെള്ളിക്കാശിനെ ഹല്ലേലൂയ യൂദ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞത്. ഹല്ലേലൂയ. എത്രയോ ഭോഷത്വമാണ് പലപ്പോഴും നാം ചെയ്യാറുള്ളത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കാണുന്ന ചില താൽക്കാലികമായ വെള്ളക്കുമളകളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്ന്, ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നാം പലപ്പോഴും ഓടിപ്പോകാറില്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, പുതിയ യെരൂശലേമിന്റെ അടിസ്ഥാനങ്ങളിന്മേൽ അപ്പോസ്തലന്മാരുടെ പേരാണ് ഉള്ളത്. അതിൽ ഹല്ലേലൂയ ഒരു അപ്പോസ്തലനായിരുന്ന ഹല്ലേലൂയ ഇസ്കരിയോത്തായ യൂദയുടെയും പേര് ആ അടിസ്ഥാന കല്ലിന്മേൽ മനോഹരമായ രത്നങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട പുതിയ യെരൂശലേം ദൈവം ശില്പിയായി നിർമ്മിച്ച ആ അടിസ്ഥാനമുള്ള നഗരത്തിന്റെ അടിസ്ഥാന കല്ലുകളിന്മേൽ ഹല്ലേലൂയ കൊത്തിയിരിക്കേണ്ട ഇസ്കരിയോത്തായ യൂദ എന്ന പേര് അവിടെ കാണത്തില്ല. കാര്യം എന്താണ്? 30 വെള്ളിക്കാശ് അവൻ മോഹിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം അവന് കൊടുത്ത പ്രഭുത്വം
അവൻ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ദൈവം നമുക്ക് തന്ന പ്രഭുത്വം, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം, അത് നമ്മളിൽ മാത്രമല്ല, അബ്രഹാമിൽ നിന്നും ഇസഹാക്കിലേക്കും, ഇസഹാക്കിൽ നിന്നും യാക്കോബിലേക്കും മാറി, യാക്കോബ് ആയപ്പോഴത്തേക്കും ദൈവത്തിന്റെ പ്രഭു എന്ന പേര് തന്നെ അവന് കൊടുത്തു, ഇസ്രായേൽ. ഇന്നും ഹല്ലേലൂയ ഇസ്രായേൽ നേഷനെ അറിയപ്പെടുന്നത് ദൈവത്തിന്റെ പ്രഭു എന്നാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നേഷൻ ഓഫ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പ്രഭുക്കന്മാരായ, ദൈവത്തിന്റെ പ്രഭുത്വമുള്ള ഹല്ലേലൂയ സ്തോത്രം, രാജ്യം, നേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ സ്തോത്രം. എന്താണ്? പിതാക്കന്മാർ വിശ്വസ്തയോടുകൂടെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ചത് കൊണ്ടാണ്. ഇന്ന് സന്ധ്യയിങ്കൽ ദൈവത്തിന്റെ പ്രഭുത്വം കൊതിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പ്രഭുത്വം ഞാൻ പ്രാപിച്ചതോ എന്റെ തലമുറയിലേക്കും അവർ അടുത്ത തലമുറയിലേക്കും ഇങ്ങനെ തലമുറയായി പങ്കിട്ട് കർത്താവ് വരുവോളം ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി ദൈവത്തിന്റെ പ്രഭുത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവ സാന്നിധ്യം ചുറ്റുപാടും വെളുത്തി കർത്താവിന് വേണ്ടി പ്രശോഭിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.